ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? കുറേ ആയി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നല്ലോണം മടി പിടിച്ചിട്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്തത്. വീഡിയോ എടുത്തത് തന്നെ ഉണ്ട്, എനിക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് എടുക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് പറ്റിയെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പം ഞാനെന്നെ ആലോചിച്ച് ഇങ്ങനെ നിന്നാൽ ശരിയാവില്ലല്ലോ, ഒരു വീഡിയോ ഒക്കെ ഇട്ട് കളയാം. അപ്പോൾ ഇങ്ങനെയോട് ഒരുപാട് ആൾക്കാർ കേട്ടോ, സത്യമായിട്ടും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വാട്സപ്പിലായിട്ടും അല്ലാതെ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴൊക്കെ പറയുന്നുണ്ട് വീഡിയോ ഇട് എന്താ വീഡിയോ ഇടാത്തത്. ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ ഈ ചോറും കറി ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അത് മതി എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അത് മതി, അത് നമ്മൾ കണ്ടോളാം, ആളുകൾ ഇടുന്നാണ് പറയുന്നത്. കുറച്ച് പേരായാലും അവരത് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. എന്നെ തളർത്തല്ലല്ലോ ഈ വീഡിയോ ഇടണ്ട മതി, ഓ എന്ത് വീഡിയോ ആണ്, അങ്ങനെ ഒന്നല്ലല്ലോ പറയുന്നത്. എന്തായാലും അങ്ങനെ പറയുന്നവരുണ്ടാവും. പക്ഷെ അത് അവർ പറഞ്ഞോട്ടെ, എനിക്കതൊന്നും ഒരു വലിയ വിഷയമല്ല. പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം എനർജിയൊക്കെ വരും. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ എന്തായാലും ഇടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഈ പൊരിഞ്ഞ വെയിലത്ത് ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ കോഴിക്കോട് ടൗണിൽ AM എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഒരു ഹോൾസെയിൽ കടയാണ്. അവിടെ എല്ലാ കുട്ടികൾക്ക് നോർമലായിട്ട് ഇടാൻ പറ്റിയതും വലിയവർക്ക് ഇടാൻ പറ്റിയതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ബെഡ്ഷീറ്റ്, മാറ്റ്, തോർത്തുമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവുമല്ലോ. അപ്പം ഡെയിലി യൂസിനൊക്കെ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെ എടുക്കാൻ വേണ്ടി വന്നതാണ്. നോമ്പിൻ്റെ നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആയാലും നമ്മൾക്കായാലും ഒക്കെ ഒരു നോർമൽ ഡ്രസ്സൊക്കെ എടുക്കാൻ, പിന്നെ അതുപോലെ ഇത് നോമ്പിൻ്റെ അന്നത്തെ ദിവസം ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഈ നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോടുകാർക്ക് അതൊരു നിർബന്ധമാണ്. എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇങ്ങനൊരു സംഭവം നമ്മളവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ വേണ്ടിയിരുന്നു ഇത്താത്തമാർക്ക്. ഞാൻ മാത്രമല്ല, നിഷാൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് 3 ആളും. പിന്നെ അവരെ മക്കളും ഉണ്ട് കേട്ടോ. നമുക്ക് മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ പെരുന്നാളിനൊക്കെയുള്ള ഡ്രസ്സും കൂടി എടുക്കാമല്ലോ. എന്തായാലും മാർച്ച് മാസമല്ല, അപ്പം ആ ഒരു നോമ്പ് പിടിച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർക്കൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളും നോക്കാം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പ് നോക്കിയാൽ ഈ കാണുന്ന ലുക്കൊന്നല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ വേറൊരു ലോകം തന്നെയാണ്. ചെറുതായിട്ട് എന്തെങ്കിലും വാങ്ങാൻ വരുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയാൽ ഓരോന്ന് കണ്ടാൽ വാങ്ങിപ്പോവും, സ്വാഭാവികമായിട്ടും വാങ്ങിപ്പോവും. കാരണം എല്ലാം ഒരുമിച്ച് കാണല്ലേ നമ്മൾ. അപ്പോൾ അത് വാങ്ങി ഇത് വാങ്ങി ഇങ്ങനെ ടൈം പോയതേ അറിഞ്ഞില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞു നമ്മളിതാ ടോപ്പും നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതാണ്. അവിടെ നോർമൽ ചോറാണല്ലോ നമ്മളൊക്കെ കഴിച്ചത്. മക്കളൊക്കെ നല്ല ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു. പക്ഷേ ഈ ചോറ് എന്താ ടേസ്റ്റ്, വിശപ്പുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മീൻകറിയും പച്ചക്കറിയൊക്കെ ആയിട്ട്. അപ്പം ഞാനും താത്തമാരൊക്കെ അതാണ് കഴിച്ചത്. ബാക്കിയുള്ളവരൊക്കെ ഫ്രൈഡ് റൈസ് കഴിച്ചു. വിശപ്പുകൊണ്ടാണോ എന്നറിയില്ല, ആ പ്ലേറ്റ് മൊത്തം കാലിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ AC ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ചൂടത്തുനിന്ന് വന്നപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. അങ്ങനെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചൂടത്ത് ഇറങ്ങിയെന്ന് വിചാരിക്കുന്നുണ്ടാവും, വെയിലല്ലേ. അപ്പോൾ ആ വെയിൽ കൊണ്ട് ഒരു ഹരമായിട്ടല്ല സംഭവം. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് നല്ല പെരുന്നാളിനുള്ള ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ, നോമ്പും പിടിച്ച് ഈ മാർച്ച് മാസം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ്. അതെന്താ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇവർക്ക് പെരുന്നാളിലേക്കുള്ള ഡ്രസ്സും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എടുക്കാമെന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ പക്ഷേ നമ്മൾ വിചാരിച്ച ഷോപ്പിലൊന്നും സാധനങ്ങൾ എത്തിയിട്ടില്ല. പിന്നെ വലിയൊരു കാണാനൊരു ലുക്കും ഇല്ല. അവർ പഴയതൊക്കെ ഇങ്ങനെ ഒഴിവാക്കുക. പിന്നെ ഒരുപാട് ഷോപ്പിൽ കയറാനും നിന്നിട്ടില്ല. പിന്നെ തോന്നി ഒരു സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല ഒരുവിധം ഷോപ്പിലൊന്നും. അപ്പം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരാൻ തന്നെ പിന്നെ തീരുമാനിച്ചു. അല്ലാതെ തന്നെ ഇവരിതാ ഇങ്ങനെ കളർ ചേഞ്ചിലൊക്കെ ഇവരിങ്ങനെ എടുക്കാനാട്ടോ, സാധാ നോർമലായിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ മോളെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൾക്കും കുറച്ച് ടോപ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടിയിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. അപ്പം അതൊരു ഹരം കേട്ടോ. നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴും അതൊരു ഹരം തന്നെയാണ്, നല്ല രസമല്ലേ. അപ്പം വെയിലും ചൂടും മഴയും ഒന്നും നമ്മൾ നോക്കൂല.
അങ്ങനെ ഇതാ പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് എന്തൊക്കെയോ ഉണ്ടാകും ലിക്വിഡ് കാര്യങ്ങൾ. പിന്നെ ഹോൾസെയിലായിട്ട് ഇങ്ങനെ വാങ്ങാനുള്ള ഷോപ്പുണ്ട്, ഇവർ സ്ഥിരം വാങ്ങണതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോനൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷേ മേലെ ആ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അധികം തിരക്കും ഇല്ല, അത്യാവശ്യം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഓവറായിട്ടില്ല. പിന്നെ ഇതാ ഇവിടുന്ന് എന്തൊക്കെയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഇനി എവിടെയും തങ്ങുന്നില്ല, നേരെ വീട്ടിലോട്ട്. കാരണം അത്യാവശ്യ സാധനങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിൽ നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എവിടെയും നിന്നാൽ ശരിയാവില്ല. അപ്പോൾ എല്ലാവരും ഇതാ ഓട്ടോ വിളിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മളിതാ ഞാനും മോളും ബസ്സിലാണ്. നമുക്ക് പിന്നെ ഓട്ടോ നേരിട്ട് ബസ്സൊക്കെ കിട്ടും, നമ്മുടെ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇറക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ ഒന്നും വിളിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് ബോറടിച്ചോന്നൊന്നും എനിക്കറിയില്ല. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് എല്ലാവരും ഇടണം. പക്ഷേ പുതിയതായിട്ട് ഒന്ന് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഇൻഷാ അല്ലാ. അതുവരേക്കും എല്ലാവരോടും ബൈ.